ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിലെ സിജോയുടെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ നോറയുടെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായി. പക്ഷെ അതൊരിക്കലും നമുക്ക് തെറ്റായിട്ട് രണ്ട് സാഹചര്യമുണ്ട്. തെറ്റെന്നും പറയാം, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ചെയ്തു പോയെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അതായത് നോറ ചെയ്ത ഒരു തെറ്റെന്ന് നമുക്ക് പറയാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ സിജോയുടെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അത്രയും നമ്മുടെ ഒരു ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും ഹാപ്പിനെസ് ആകുന്ന ഒരു ദിവസമാണ് നമ്മുടെ വെഡ്ഡിങ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നോറ ചെയ്തത് തെറ്റായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ നമുക്ക് പറയാം, നോറയോടും സിജോ തിരിച്ചങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോറയുടെ ബർത്ത്ഡേ ടൈമിൽ സിജോ ഇതുപോലെ കേക്ക് വാരി തേച്ചായിരുന്നു. അപ്പോൾ നോറ അതിൽ പറയുന്നുണ്ട്, എനിക്കൊരു പിക്ക് പോലും എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിനൊരു ചെറിയൊരു തിരിച്ചടിയായിട്ട് ഞാൻ തമാശയ്ക്ക് ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. എനിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോറയോടൊരു ദേഷ്യമാണ് ആ ടൈമിലുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹാപ്പിനെസ്, സിജോ ഒന്നും ചെയ്തില്ല, തിരിച്ചതുപോലെ തന്നെ പ്രതികരിച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞ്, ഇനി നിൻ്റെ കല്യാണം വരുമ്പോൾ ഞാനും ഇതുപോലൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു തമാശ രീതിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദിയാകൃഷ്ണ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്താണിത് തേച്ചിരുന്നെങ്കിൽ നാളെ അവളത് കേക്ക് കഴിക്കാൻ പോലും കാണത്തില്ല. പക്ഷെ അതെന്തൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. കാരണം ശരി, ഓരോരുത്തർ പ്രതികരിക്കുന്ന പല രീതിയിലാണല്ലോ. അപ്പം ദിയാകൃഷ്ണ പ്രതികരിച്ചത് അവർക്ക് അങ്ങനെയാണ് ആ വ്യക്തിക്ക് തോന്നിയത്, അതുകൊണ്ട് ആ വ്യക്തി അങ്ങനെ പ്രതികരിച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിജോയുടെ വെഡ്ഡിങ്ങും കഴിഞ്ഞു. നോറ അവരതൊരു ജസ്റ്റ് ഒരു തമാശയായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പം നോറയാണെങ്കിൽ ഓരോരുത്തർ കുറ്റം പറയുന്നത് ശരി, കാണുന്നവർ പറയും ചെയ്തത് തെറ്റാണല്ലോ എന്ന് പറയും, ശരിയാ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം അവരതിൻ്റെ ഇടയ്ക്ക് കുറേ ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ ഇത് സായി കൃഷ്ണ ഇതുപോലെ കുള്ളൻ ഇങ്ങനെയൊക്കെ വിളിച്ച്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിനെ കളിയാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നോറയാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പരാമർശിക്കുന്നുണ്ട്. പല പേരിലും കാര്യങ്ങളിലും നോറയെ ഉൾപ്പെടുത്തി പല കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ് ഈ കിട്ടാനുള്ളത്? നോറ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം നോറ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നോറയോട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യണമായിരുന്നു. ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ നോറ ചെയ്തത് തെറ്റാണ്. പക്ഷേ സിജു അതിനെതിരെ പ്രതികരിക്കുക ഒന്നും ചെയ്തില്ല. നോറ ചെയ്ത ഒരു രീതിയിൽ തന്നെയാണ് സിജോ ശരിക്കും പറഞ്ഞാൽ പ്രതികരിച്ചത്. തന്നെ കുറച്ച് കേക്ക് വാരി തേച്ചു, അതുപോലെ തന്നെ സിജോയും കുറച്ച് കേക്ക് വാരി നോറയെ തിരിച്ച് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നോറ അതുപോലെ പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇതുപോലെ വന്ന് ചെയ്തു, ഞാൻ ഒരു പിക്ക് പോലും എടുത്തില്ലെന്ന് നോറയും പറയുന്നുണ്ട്. അവർക്കിടയിൽ ആ പ്രശ്നം അന്നേരം തന്നെ കഴിഞ്ഞു. പ്രശ്നമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് ചെയ്തു പോയ കാര്യങ്ങൾ അന്നേരം ആ ടൈമിൽ തന്നെ കളഞ്ഞു. പിന്നെ ഇപ്പം കാണുന്നവരാണ് ഓരോരുത്തർ. ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ തേച്ചെങ്കിൽ പിന്നെ ആ വ്യക്തി കാണത്തില്ലേ? തമാശയ്ക്ക് ഡയലോഗ് അടിക്കുന്നതായിരിക്കും, പക്ഷെ അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ.